ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കണ്ടേ? കൂടെ നിന്നിട്ട് ചതിക്കാണോ? നിനക്ക് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് തരുന്നുണ്ട്. ഒന്നും നോക്കണ്ട, കടൽ കൊന്നൊരു സാധനം ഇങ്ങനെ പൂവണിയൂല. എടാ, അവളുടെ പേരുള്ള 32 ചെട്ടിയാണോ ഞാൻ തയ്ച്ചത്. ഇതൊക്കെ കടൽ കൊമ്പന്റെ അടുത്ത് ചുമ്മാ ഒന്നും നിന്ന കാര്യമില്ല. അത് നൈട്രോയിലായിട്ട് തന്നെ നിൽക്കണം. ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒന്ന് അമ്മയെ വിളിച്ചു പോരുത്, കാരണം അപ്പൊ തൃശ്ശൂർ സ്ലാങ് കയറി വരും. വിശാഖേട്ടൻ പൂക്കെയാണ് കൺവിൻസ് ചെയ്യും. കൊറേ പഠിക്കാനുണ്ട് വിശാഖേട്ടൻ. കാരണം സെറ്റിൽ കയറി കഴിഞ്ഞാൽ ആള് ചെറിയാണ്. ആള് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ചെറിയാനാണ്. ആള് ഫസ്റ്റ് സെറ്റിൽ വരുമ്പോ നമ്മളെല്ലാരും സൈലൻസാ. നമുക്ക് ഒരു വേറെ ഒരു ഓറയാണ് ആ സമയം. ലൈക്ക് അത്രയും നാള് നമ്മൾ കച്ചറയായിരിക്കും, പക്ഷെ നമുക്ക് വന്നു കഴിയുമ്പോ ഭയങ്കര സൈലൻസ് ആണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. പക്ഷെ ആ റിങ്ങി കയറി കഴിയുമ്പോ തന്നെ വേറെ എനർജിയാണ്. അതിന്റെ ഉള്ളിൽ കൂടെ ഇഞ്ചുറി വന്നു, ഡാറ്റിന്റെ കാല് വീർത്തു വന്നു. കടൽ കൊമ്പൻ തന്നെയായിട്ടായിരുന്നു ആളിങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഡാറ്റും കാലും ഒക്കെ മറ്റേ ബൾബ് പോലെ വീർത്തിരിക്കുക. ഹായ് എവരിവൺ, ദിസ് ഈസ് ബിയോണ്ട് ദ ബയോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ചത്താപ്പച്ചയിലൂടെ നൈട്രോ കിളി എന്നുള്ളൊരു വേഷം അടിപൊളിയായിട്ട് ചെയ്ത നമ്മുടെ കാർമനാണ്. കാർമൻ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് ഇപ്പൊ എങ്ങനെ പോകുന്നു? ചത്താപ്പച്ചയുടെ റിലീസൊക്കെ കഴിഞ്ഞു, നല്ല രീതിക്ക് സക്സസ്ഫുള്ളി റൺ ചെയ്യുവാണ്. എന്ത് തോന്നുന്നു ഇപ്പോ? ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ലൈക്ക് ഞാൻ ഈ പടത്തിലേക്ക് ഇന്നായതും എല്ലാം. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്. അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓഡിയൻസ് തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ ആ ഒരു ഹൈപ്പിലാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ആ ഒരു ഹൈയിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ദിവസങ്ങളായിട്ട് തിയേറ്റർ വിസിറ്റിന് പോകുന്ന അവരുടെ റെസ്പോൺസ് കേൾക്കുന്നു, നന്നായിട്ടുണ്ടെന്ന് പറയുന്നു, നമ്മുടെ ഹാർഡ് വർക്ക് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. തേർഡ് ഫിലിം ആണല്ലേ? റോന്തില്, അതേപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലായാലും കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു. പക്ഷെ ഇതിപ്പം വലിയൊരു സ്ക്രീൻ സ്പേസ് ഉള്ള BGM ഒക്കെ ഉള്ള ഒരു ഭയങ്കര പ്രാധാന്യമുള്ള ഒരു നല്ലൊരു അടിപൊളി ക്യാരക്ടർ വന്നു. ഇപ്പൊ ഒരു ആക്ട്രസ് എന്ന രീതിയിൽ വന്നൊരു ചേഞ്ച് എന്നാണ് തോന്നുന്നത്? സ്വന്തമായിട്ട് എന്താണ് തോന്നുന്നത്? ലൈക്ക് എനിക്ക് ഫ്രം ദ ലൈക്ക് ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ നല്ലൊരു പെർഫോമർ ആയിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഓരോന്ന് ചെയ്യും തോറും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മൂവീസ് കാര്യങ്ങളൊന്നും മുമ്പ് ചെയ്തിട്ടില്ല, കലോത്സവം കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും ബെറ്ററായി കൊണ്ടിരിക്കണം. നമ്മളെ തന്നെ കുറച്ചും കൂടി നമ്മൾ ചെയ്യും തോറും അത് തെളിഞ്ഞ് കറക്റ്റ് ഇമ്പ്രൂവ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ നല്ല പെർഫോം ചെയ്യുന്ന സ്പേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യണം. അത് നന്നായിട്ട് നമ്മൾക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ബെസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫീസറിലായാലും റോന്തിൽ, ഇപ്പോൾ ഓഫീസറിലായാലും ഒരു ചെറിയൊരു സ്ക്രീൻ സ്പേസ് ഉള്ളൂ. ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് പെർഫോം ചെയ്ത് കുറച്ച് അങ്ങനെ വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. പക്ഷെ എന്നാലും കിട്ടിയ ഒരു സംഭവം നമ്മളുടെ ബെസ്റ്റ് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റും അത് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ റോന്തിലായാലും ചത്തപ്പച്ചയിൽ നമ്മുടെ മാക്സിമം എല്ലാത്തിനും നമ്മുടെ മാക്സിമം കൊടുക്കുക, അതാണ് ലൈക്ക്. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഏത് ചെയ്താലും നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫുള്ള് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എന്ത് ചെയ്താലും നമ്മൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റും കൂടെയാണ്, തിയേറ്റർ ചെയ്യുകയാണ്, തിയേറ്റർ പഠിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഏതൊരു ഇതിലായാലും, ഇപ്പോൾ സിനിമയിലായാലും തിയേറ്ററിൽ ചെയ്യാലും നമ്മൾ ഫുൾ എനർജി, ഫുൾ ഔട്ട്പുട്ട് കൊടുക്കുക. അതാണ്. എത്ര വയസ്സിൽ തുടങ്ങിയതാണ് അഭിനയം? അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 4th സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ഒക്കെ പഠിച്ചപ്പോൾ തൊട്ടേ സ്കൂൾ ടൈമിൽ മോണോ ആക്ട് അല്ലെങ്കിൽ ആനുവൽ ഡേക്ക് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഒരു 3rd 4th സ്റ്റാൻഡേർഡിലാണ് ആക്ടിങ് കുറച്ചും കൂടി ഉണ്ടെന്ന് പാരൻസിന് മനസ്സിലായി. അമ്മ മോണോ ആക്ടിന് അല്ലെങ്കിൽ ഡ്രാമ, മൈം അതിനൊക്കെ വിട്ടു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഏജ് തൊട്ടേ ആക്ടിങ് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ സിനിമയിലേക്ക് വരുന്നോ അല്ലെങ്കിൽ സിനിമ നമ്മൾക്ക്, കാരണം നമ്മുടെ ഫാമിലി റിലേറ്റഡോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരും തന്നെ സിനിമയിലില്ല, അല്ലെങ്കിൽ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ. അപ്പോൾ
തിയേറ്റർ അല്ലെങ്കിൽ ഡ്രാമാസ്, മൈം, മോണാക്ട്, ഒപ്പന, അങ്ങനെ കലോത്സവം പരിപാടികൾക്കൊക്കെ അമ്മ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അവർ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആക്ടിങ് കാര്യങ്ങൾ അങ്ങനെ വന്നത്. പക്ഷെ സിനിമയിലേക്ക് കോളേജ് SH കോളേജിലാണ് ഞാൻ പഠിച്ചത്, തേവര. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആക്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത്. എങ്ങനെയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലോട്ടുള്ളൊരു എൻട്രി? ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് അതിനു മുമ്പ് ഞാൻ ചെറുതായിട്ട് ഗരുഡൻ എന്ന സിനിമയിൽ മൈം സീക്വൻസ് ചെയ്തിട്ടുണ്ട്, യെസ്, ആ മൂവിയിൽ. അപ്പോൾ അതും നമ്മുടെ കോളേജ് SH കോളേജിൽ ഞങ്ങളുടെ മൈം ടീമുണ്ട്. അപ്പം ഞങ്ങളുടെ ആശാനുണ്ട്. ആശാനാണ് ഈ പടത്തിൽ ഇങ്ങനെ മൈം സീക്വൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു ആ സമയത്തും ആശാന്റെ മൈം ടീമിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ മൈം ടീമിൽ നമ്മൾ നാഷണൽ പ്രൈസ് ഒക്കെ അടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിനെ വിളിച്ച് കൊണ്ടുപോയി ഞങ്ങൾ അങ്ങനെയാണ് ഗരുഡൻ മൂവിയിൽ ചെയ്യണം. പക്ഷെ അതൊരിക്കലും ലൈക്ക് എനിക്കൊരു മൂവി ഫീൽ, കാരണം നമ്മൾ ആകെ ഒരു ചെറിയ ഭാഗമുള്ളൂ. നമ്മുടെ ആശാൻ തന്നെയാണ് നമ്മൾ മൈം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ആശാൻ വഴിയാണ് നമ്മൾ കണക്ട് ആയത് മൂവിയിലേക്ക്. അപ്പം മൂവി ഫീൽ എനിക്ക് കൂടുതലും തോന്നിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഇതുപോലെ കോളേജ് ഓഡീഷൻ നടന്നായിരുന്നു. ഞങ്ങൾക്കൊരു സാറുണ്ട്, ജെയിംസ് സാർ എന്ന് പറഞ്ഞിട്ട്. ആൾ നമ്മുടെ കോളേജിൽ മിക്ക സമയത്ത് ഇതുപോലെ ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ആൾ എനിക്കൊരു മെൻറ്റർ പോലെയാണ്. കഴിഞ്ഞ 1 year 2 year ബാക്ക് ആള് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. പക്ഷെ ആൾക്ക് ലൈക്ക് എല്ലാ കുട്ടികളും എന്താണ് ആളുടെ ടാലൻ്റ് എന്ന് മനസ്സിലാക്കി അവരെ പ്രൊമോട്ട് ചെയ്യായിരുന്നു, ആളെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഓഡീഷൻസ് ആയാലും കലാകാരന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് ആൾ ഭയങ്കര ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് സാറാണ് കോളേജിൽ ഓഡീഷൻസ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് 1-2 ഓഡീഷൻസിന് മുമ്പും കോളേജിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലാണ് സെലക്ട് ആയത്. അപ്പോൾ താങ്ക്സ് ടു ജെയിംസ് സാർ ആൻഡ് താങ്ക്സ് ടു സീക്രട്ട് ഹാർട്ട് കോളേജ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സിനിമയിലേക്ക് കടന്നതൊക്കെ അങ്ങനെയാണ്. ആക്ച്വലി അതൊരു ചെറിയ സീനാണെങ്കിൽ അത് ഓർക്കും ആൾക്കാർ, ഓർക്കുന്ന രീതിക്ക് ഒരു എനിക്കൊന്ന് ഇമോഷണലായിട്ട് കണക്ട് ആവും. പിന്നെ സൂയിസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫാമിലി ആൾക്കാരിലേക്ക് എത്താൻ പറ്റിയിരുന്നു. ഓക്കെ, നമുക്ക് ബാക്ക് ടു ചത്താപ്പച്ചയിലോട്ട് തന്നെ വരാം. ഇതിനകത്ത് കൂടുതലും ഇപ്പം ആക്ഷൻ സീക്വൻസസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കലി ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ വേണമായിരുന്നു. അപ്പം ഈ ഒരു പ്രിപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു മൂവി ഫുൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഫിസിക്കലി ഉണ്ടായിരുന്ന ഒരു ഡിസിപ്ലിൻ എത്രത്തോളം? ഇത് ലൈക്ക് നമുക്ക് ചത്താപ്പച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു 1 to 2 months ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഈ നമുക്കൊരു ഫീൽ ചെയ്യും നമ്മളുടെ ബോഡീൻ്റെ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് നോക്കുന്നു. കാരണം ആർക്കും തോന്നരുത് ഈ കുട്ടി വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ പണിയെടുക്കാതെ വന്ന് സിനിമ ചെയ്ത് അങ്ങനെ തോന്നരുത്. കാരണം നമ്മുടെ ആ എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് നമുക്ക് വിഷ്വലി ആൾക്കാർക്ക് കാണണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, റോന്തിലായാലും ഓഫീസറിലായാലും അതിൽ നിന്നും കുറച്ചൊക്കെ ചേഞ്ച് ഇപ്പോൾ ചത്താപ്പച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഫിസിക്കലി ആയാലും അല്ലെങ്കിൽ ഒരു എനർജി വൈസ് ആയാലും നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പടം കഴിഞ്ഞിട്ടായാലും നമുക്ക് ആ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ജിമ്മിൽ പോവാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രാമ സ്കൂളിൽ നമുക്ക് എല്ലാ ദിവസവും മോർണിംഗ് കളരി ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു 1 hour ഒരു 7:30 7 ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 1 hour കളരി ക്ലാസ് ഉണ്ട്. അത് നമുക്ക് ഫ്ലെക്സിബിലിറ്റിക്കും ഇതിനൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ ജിമ്മും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കറക്റ്റ് റൂട്ടീൻ നമ്മൾ പടം കഴിഞ്ഞിട്ടും കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. അത് ഭയങ്കര നമുക്കൊരു മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നൈട്രോകളിയിലോട്ട് വരാം. ആദ്യം തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാവരും എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുട്ടി കൊള്ളാം, പ്രത്യേകിച്ച് സ്ലാങ് ഒക്കെ നല്ല രീതിക്ക് ഫോട്ടോച്ചി സ്ലാങ് ഒക്കെ വന്നിട്ട് അത് കുറച്ച് കഷ്ടം. അത് മെയിൻ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സനൂപേട്ടനും അമൽ ഷായാണ്. നമ്മുടെ കോ റൈറ്റർ അമൽ ഷാ ആണ്, റൈറ്റേഴ്സാണ്. കാരണം ഞാൻ എപ്പോൾ തൃശ്ശൂർ പോയി വന്നാലും തൃശ്ശൂർ സ്ലാങ് കിടക്കും. അപ്പൊ ഈ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ മട്ടാഞ്ചേരി സ്ലാങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറയും, ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒന്ന് അമ്മയെ വിളിച്ചു പോരുത്, കാരണം അപ്പൊ തൃശ്ശൂർ സ്ലാങ് കയറി വരും. അപ്പോൾ മാക്സിമം അവരുടെ ഡബിലായാലും ലൈവായിട്ടായാലും അവർ കറക്റ്റ് ചെയ്ത് അവർ സ്ലാങ് കറക്റ്റ് ചെയ്യിപ്പിച്ച് തന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ലാങ്ങിലേക്ക് എത്തിയത്. ശരിക്കും നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ സ്ലാങ് നമ്മൾ സംസാരിക്കുന്നവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. യെസ്. കാരണം ഞാൻ SH പഠിച്ച സമയത്ത് അവിടെ കുറേ ലൈക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരുടെയും സ്ലാങ് അങ്ങനെ ഇങ്ങനെ മാറി മാറി വരും.
പക്ഷെ പിന്നെ ഞാൻ പടത്തിന്റെ സമയത്ത് ആദ്യമൊക്കെ വീട്ടിലായിരുന്നു, അപ്പൊ കുറേയും കൂടി തൃശ്ശൂർ സ്ലാങ് ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടേക്ക് വന്ന് ഇവരുടെ കൂടെ കണക്ട് ആയി സംസാരിച്ച ട്രെയിനിങ് ഒക്കെ വന്നപ്പോഴാണ് ഒന്ന് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലേക്കൊക്കെ എത്തിയത്. ഞാൻ ചോദിക്കാൻ വന്നത്, നൈട്രോക്കിലി ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ളത്? അവർ തന്നൊരു ക്യാരക്ടറിൽ നിന്ന് മാറ്റി സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? കയ്യിൽ നിന്നിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി അദ്വൈതേട്ടൻ നമുക്ക് അത്രയും സ്വീറ്റ് ഡയറക്ടറാണ്. അത്രയും നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നന്നായി സ്പേസ് തരുന്നൊരു ഡയറക്ടറായിരുന്നു. ലൈക്ക് ആള് ഭയങ്കര ലൈക്ക് കൈൻഡാണ്. നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി എന്ന്, നമുക്ക് ഒരിക്കലും പ്രഷറൈസ് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. എത്ര ഷോർട്ട് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ആൾ ഉദ്ദേശിക്കുന്ന സാധനം അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള സാധനം എത്തുന്ന വരെ ആള് എത്ര ടേക്ക് വേണമെങ്കിലും പോയിക്കോളാൻ പറയും. അപ്പോൾ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ നമുക്ക് ഓരോ സംഭവത്തിലും ആള് നമുക്കൊരു ബ്രീഫ് തരും. നമുക്ക് ഇങ്ങനെയാണ്, ഇതാണ് നൈട്രോക്കിളിയുടെ മൂഡ്, ഇതാണ് കുരുവിയും നൈട്രോക്കിളിയും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ആൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. അത് ലുക്ക് വൈസ് ആയാലും ആറ്റിറ്റ്യൂഡ് വൈസ് ആയാലും. കുരുവി ലൈക്ക് അല്ലാത്ത സമയത്ത് ലൈക്ക് ഇവരുടെ കൂടെ നടക്കുന്നു, ഒരു സൊമാറ്റോ ഡെലിവറികൾ ആ ഒരു ഇത്. പക്ഷെ നൈട്രോക്കിളി ആവുമ്പോൾ ആ ഒരു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് വേണം. അത് പരമാവധി കൊണ്ടുവരാൻ പറ്റും വിചാരിച്ചിരിക്കുന്നു ഞാൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇംപ്രൂവൈസ് ചെയ്യാൻ ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും ഈ ഫൈറ്റ്സ്, നമ്മുടെ സിഗ്നേച്ചർ മൂവ്, അതൊക്കെ അദ്വൈതമായിട്ട് നമ്മൾ തന്നെ റെഫർ ചെയ്ത് വെക്കണം. നിങ്ങൾ എന്തെങ്കിലും എൻജോയ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് തന്നെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് ഡാറ്റോ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്തെങ്കിലും സിഗ്നേച്ചർ പോസ് ഡാറ്റോ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കുട്ടി കാർമൻ ഭയങ്കരമായിട്ട് എന്താ പറയുക കോർഡിനേറ്റ് ചെയ്യാൻ, ലൈക്ക് കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ്. അയ്യോ, അത് ഡാറ്റുവിൻ്റെ അടുത്തും അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് ഡാറ്റുവിൻ്റെ സപ്പോർട്ടും, ഡാറ്റുവിന് ലൈക്ക് ആള് ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര രസമാണ്, കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. അത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഫൈറ്റ് വേറെ ആരുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഡാറ്റു തന്നൊരു കംഫർട്ടബിൾ ഒരു സ്പേസും അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റും വേറെ ആരുടെയും നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അത്രയും നന്നായിട്ട് എനിക്ക് ആളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഇങ്ങനത്തെ സിഗ്നേച്ചർ മൂവ്സ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് ഇട്ടാ ചെയ്തത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ഗെയിമിലോട്ട് പോയാലോ? യെസ്, റെഡി ആയിക്കോ. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് തരും. അപ്പം ആ സിറ്റുവേഷന് കൂടെ കൂട്ടാൻ ചത്താപ്പച്ച ടീമിൽ നിന്ന് ആരെ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തത്, ഒരു വലിയ ആക്ഷൻ സീക്വൻസ് കൊറിയോഗ്രാഫി ചെയ്യാൻ ആരെ കൂട്ടും? ആക്ഷൻ സീക്വൻസ് കൊറിയോഗ്രാഫി ചെയ്യാൻ ഇഷാനെ കൂട്ടും. ഇഷാൻ ഒരു ലൈക്ക് ഡാൻസറും കൂടെയാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്ക് ഇഷാൻ കുറച്ചും കൂടി ലൈക്ക് നന്നായിട്ട് സെറ്റ് ആവും. ഇഷാന്റെ പെർഫോമൻസ് ഒക്കെ ആക്ച്വലി നല്ല നൈസ് ആയിരുന്നു. സോ നെക്സ്റ്റ് വൺ, സിനിമയുടെ പ്രൊമോഷന്റെ ഇടയിൽ പെട്ടെന്ന് ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോമഡിയൊക്കെ പറഞ്ഞിട്ട് സിറ്റുവേഷൻ ചേഞ്ച്, മൂഡ് ചേഞ്ച് വരുത്താനായിട്ട് കൂടെ ആരെ കൂട്ടും? അയ്യോ, അത് നമ്മുടെ ഈ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടല്ലോ, അത് എല്ലാം ലൈക്ക് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല. ഞാൻ ഇവരുടെ കൂടെ തന്നെയായിരുന്നു ഫുൾ ടൈം. അച്ചുവേട്ടൻ്റെ ക്യാരവനും ഇവരുടെ കൂടെയാണ് എപ്പോഴും ഞാൻ ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഈ വൈഷ്ണവ്, ഡാറ്റു, വിനോട്, ശ്യാമേട്ടൻ ഇവരൊക്കെ തന്നെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇഷാൻ എല്ലാവരും. അപ്പോൾ ഡാറ്റു, ശ്യാം ചേട്ടൻ, വൈഷ്ണവ്, വിനോട് ഇവരൊക്കെ. നല്ലൊരു പ്രൊമോഷൻ വന്നിരിക്കുമ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൗണ്ടർ അടിച്ച് സിറ്റുവേഷൻ മാറ്റാൻ ആർക്കായിരിക്കും കൂടുതൽ? ഡാറ്റു, വൈഷ്ണവ്, വിനോട് എല്ലാവരും ഇങ്ങനെ തന്നെയാ. എല്ലാവരും ഓണാണ്. ഫോട്ടോച്ചിയില് പോരാടി നടക്കുന്നു. അപ്പം കാർമന്റെ കൂടെ ഒരാൾ വേണം. റോഷൻ മാത്യു ഓർ അർജുൻ അശോകൻ, അല്ലെങ്കിൽ വെട്രി ഓർ സാവിയോ? അങ്ങനെ സാവിയോ. അതെന്താ അങ്ങനെ ചൂസ് ചെയ്തത്? കാരണം സാവിയോ ആയിരുന്നു നമ്മുടെ കൂടെ എപ്പോഴും. വെട്രി ജയിലിലായിരുന്നു, വെട്രി ഇവിടെ ഇല്ല. പക്ഷെ വെട്രി അടിക്കാൻ നിൽക്കൂട്ടോ. റോഷനും സാവി രണ്ടുപേരും ഒരേപോലെ തന്നെയാ നമുക്ക്. പക്ഷെ സാവിയാണ് ലൈക്ക് കൂടെ ഉള്ള നമ്മുടെ ടീം സാവിയോ ആണ്. ബോണ്ട് അവിടെയാണ് കൂടുതൽ. അടുത്തത്, ഇപ്പൊ ഒരു കടയിൽ കയറി സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാൻ മറന്നുപോയി. അപ്പം കടക്കാരന് പറഞ്ഞിട്ട് സോപ്പ് ഇടണം. അതിന് ഒരാളെ കൂട്ടണം. ഞാൻ ഓപ്ഷൻ തരാം, വിശാഖ് നായർ ഓർ ഇഷാൻ ഷൗക്കത്ത്? വിശാഖ് നായർ. വിശാഖായിട്ട് പൂക്കെയാണ് കൺവിൻസ് ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു വിശാഖേന്റെ കൂടെ ഉള്ള ഷൂട്ടിംഗ് സെറ്റിലുള്ള ഇതൊക്കെ? വിശാഖേട്ടനെ നമ്മൾ ഓഫീസറിൽ തന്നെ ലൈക്ക് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബോണ്ടിങ് ആയത്
ചത്തപ്പച്ച തന്നെയാണ്. ലൈക്ക് ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളൊക്കെ വന്ന് ഈ ട്രെയിനിങ് സെഷൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബോണ്ടിങ്ങിനും ലൈക്ക് ഒരു എല്ലാവരുമായിട്ട് കണക്ട് ആവാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ വിശാഖേട്ടനും അടിപൊളി പെർഫോമറാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഈ കയ്യിൽ നിന്ന് ഇടയ്ക്കിടോ എങ്ങനെയാണ് സംഭവം ഇംപ്രൊവൈസ് ചെയ്യാൻ, ഇതിൻ്റെ ബെസ്റ്റ് ആളാണ്. നമുക്ക് കുറേ പഠിക്കാനുണ്ട് വിശാഖേട്ടന്. കാരണം ആള് ഓരോ ഷോട്ടിലും ചിലപ്പോൾ 1, 2, 3 ഷോട്ട്സ് പോകണമെങ്കിൽ ഓരോ ഷോട്ടിലും ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. ആള് ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കും. ലൈക്ക് ആള് ചെറിയാനാണ്. സെറ്റിൽ കയറി കഴിഞ്ഞാൽ ആള് ചെറിയാൻ, ആള് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ചെറിയാനാണ്. ആളുടെ ആള് നമ്മൾ ഒബ്സർവ് ചെയ്ത് നിന്നാൽ കുറേ പഠിക്കാനുണ്ട് ആളുടെ ഇത്. കാരണം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ആസ് എ ഹ്യൂമൻ ബീങ് ആൾ ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര കൈൻഡാണ്. വിശാഖേട്ടൻ മാത്രമല്ല, വിശാഖേട്ടൻ്റെ വൈഫും JP, ഷീ സോ സ്വീറ്റ്. നമ്മൾ ഓരോ പരിപാടികൾക്കൊക്കെ ആളുടെ വീട്ടിലും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബോണ്ടിങ് അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ടും ആളുടെ വൈഫായിട്ടും JP ആയിട്ടായാലും ലൈക്ക് എല്ലാവരും ഭയങ്കര സ്വീറ്റാണ്. ആൻഡ് ആള് കിട്ടില്ല പെർഫോമറാണ്. ഞാൻ ആക്ച്വലി ചോദിക്കാനിരിക്കുമായിരുന്നു, ഇപ്പം സീനിയർ ആക്ടേഴ്സ് ആണല്ലോ കൂടുതൽ. ഇപ്പം അർജുൻ ചേട്ടനായാലും റോഷൻ ചേട്ടനായാലും വിശാഖേട്ടനായാലും ഈവൻ മമ്മൂക്ക, എല്ലാവരും ഉള്ള ഒരു സെറ്റാണ്. അപ്പം എന്താ പറയുക, സീനിയർ ആക്ടേഴ്സിന് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പം അത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾക്ക് ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ലൈക്ക് അവരുടെ പെർഫോം ചെയ്യുന്നത് മാത്രമല്ല, അവർ സെറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരെങ്ങനെയാണ് ജെല്ലാകുന്ന ആൾക്കാരായിട്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ്. പിന്നെ ഇവരൊരിക്കലും അവർ സീനിയറാണ് അങ്ങനത്തെ ഒരു സാധനം അർജുൻ ചേട്ടനോ റോഷൻ ചേട്ടനോ വിശാഖേട്ടനോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അവർ നമ്മളെപ്പോഴും കൊണ്ട് നടക്കും. എന്നെ ഒരു സിസ്റ്റർ പോലെ തന്നെ അവർ ടേക്ക് കെയർ ചെയ്യുന്നു. അവരുടെ ഒരുമിച്ച് എപ്പോഴും ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നു. ഭയങ്കര ഒരു ഫണ്ണായിട്ടാണ് പോയത്. പിന്നെ ഇപ്പം എനിക്കൊക്കെ പേഴ്സണലി ലൈക്ക് ഏതെങ്കിലും ഷോർട്ട് സീൻ വരുമ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലൈക്ക് അവർക്കൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലൈക്ക് അവർ വേണമെങ്കിൽ ലൈക്ക് അവർ ചെയ്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അർജുനേട്ടനൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് കാരണം ഇനി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, കോമഡി ഇങ്ങനെ വർക്കായാൽ നന്നായിരിക്കും, അപ്പോൾ പേഴ്സണലി പറഞ്ഞിരിക്കുമ്പോൾ ലൈക്ക് നമ്മുടെ സ്വന്തം ബ്രദർ നമ്മളെ നമ്മൾ ഏറ്റവും നമ്മൾ ക്രിട്ടിക് ആവുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ ബ്രദേഴ്സൊക്കെ. അതുപോലെ എനിക്ക് 2 ബ്രദേഴ്സാണ്. അവർ പറഞ്ഞു തരുന്ന പോലെ തന്നെയാണ് റോഷൻ ചേട്ടനും അർജുൻ ചേട്ടനും വിശാഖേട്ടനും നമ്മളൊക്കെ പറഞ്ഞിരുന്നത്, കറക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ റോഷൻ ചേട്ടനൊക്കെ അടിപൊളി പെർഫോമേഴ്സാണ്. ഇവർ ഭയങ്കര നല്ല ആക്ടേഴ്സാണ്. അവർ കിട്ടിലനായിട്ടാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവർ പെർഫോം ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവർ ഓരോ മൈന്യൂട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ടൈമിങ്, കോമഡീൻ്റെ ഒക്കെ ടൈമിങ് ഒക്കെ ഭയങ്കര രസമായിട്ട് വരണേ. പിന്നെ ദ മെഗാ സ്റ്റാർ മമ്മൂക്കേന്ന് നിന്ന് പഠിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. കാരണം ആള് ഫസ്റ്റ് തന്നെ സെറ്റിൽ വരുമ്പോൾ നമ്മളെല്ലാവരും സൈലൻസാണ്. നമുക്ക് ഒരു വേറെ ഒരു ഓറയാണ് ആ സമയത്ത് സെറ്റിന്റെ ഒരു എനർജി. അല്ലെങ്കിൽ ഭയങ്കര നമ്മള് ലൈക്ക് അത്രയും നാള് നമ്മൾ കച്ചറയായിരിക്കും. പക്ഷെ മമ്മൂക്ക വന്നു കഴിയുമ്പോൾ ഭയങ്കര സൈലൻസ് ആണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. പക്ഷെ ലൈക്ക് നമ്മളൊരു കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ തന്നെയായിരിക്കും നമ്മൾ മമ്മൂക്കാനെ ഇങ്ങനെ ഭയങ്കര കൗതുകം, ഭയങ്കര ഒരു റെസ്പെക്റ്റോടെ ആളിങ്ങനെ നോക്കി നിൽക്കും. ആൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആളുടെ സൗണ്ട് മോഡുലേഷൻ, ഓരോ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇതൊക്കെ കുറേ പഠിക്കാനുള്ളൊരു സംഭവമാണ്. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വൺ, ഒരു ഇന്റർവ്യൂവിൽ പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ബോറടിക്കാണ്. അപ്പോൾ പെട്ടെന്ന് മൂഡ് മാറ്റാൻ ഒരാൾ പാട്ട് പാടാൻ കൂടെ കൂട്ടും. ശ്യാമേട്ടൻ, ശ്യാം ഓർ മിനോൺ. മിനോണിന്റെ കവിതകൾ അടിപൊളിയാ, ശ്യാമേട്ടന്റെ പാട്ട് അടിപൊളിയാ. ശ്യാമേട്ടൻ നന്നായിട്ട് പാടും. ഓ പിന്നെ ശ്യാമേട്ടൻ വരുന്നുണ്ട്, ഞാൻ പാടിപ്പിക്കും. യെസ്, ശ്യാമേട്ടൻ അടിപൊളിയായിട്ട് പാടും. ശ്യാമേട്ടൻ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഷോയില് പാടിയായിരുന്നു. പിന്നെ നമ്മുടെ കോളേജ് പ്രൊമോഷൻസിന് പോയപ്പോ പാടിയായിരുന്നു. നല്ല പാട്ടുകാരനാ. എന്തായാലും പാടിപ്പിച്ചിട്ടേ ഞാൻ നാളെ പറ്റുള്ളൂ. ഈ ഗെയിം ആള് പാട്ടുകാരൻ മാത്രല്ല, ആള് DOP ആണ്. ലൈക്ക് ആള് കൊറേ ക്യാരക്ടേഴ്സ് ചെയ്യും. അടിപൊളിയാ, സകലകല വല്ലവനാണ്. ഓക്കെ, പിഴിഞ്ഞെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു ഗെയിം തൽക്കാലത്തേക്ക് കഴിഞ്ഞു. ഞാൻ അടുത്ത് വരുന്നുണ്ട്, പേടിക്കണ്ട. സോ ഇപ്പൊ ഈ മൂവിയിലെ റെസ്ലറായിട്ട് അഭിനയിച്ചു. അപ്പം നമുക്കറിയാം, റെസ്ലറായിട്ട് അഭിനയിക്കുമ്പോൾ അതിൻ്റെതായ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ ആക്ഷൻ സീക്വൻസ് ചെയ്യണം, അതിൻ്റെ ഒപ്പം തന്നെ മുഖത്ത് ഭാവങ്ങളും വരണം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സംഭവം
നമ്മൾ അഭിനയിക്കാനും കൂടിയാണല്ലോ ഇറങ്ങിയേക്കുന്നത്. അപ്പൊ അഭിനയം പരിപാടി ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ലൈക്ക് നമ്മള് റെസ്ലിംഗ് ഒക്കെ പണ്ട് കാണുമ്പോ അവരും അതേ ആറ്റിറ്റ്യൂഡ് ആണല്ലോ. ആക്ച്വലി അതും ഡ്രാമ ഷോ ആണ്, അപ്പൊ അതറിയാലോ. അപ്പം ഇതിങ്ങനെ വരുമ്പോ നമുക്ക് ചിരി വരില്ലേ? അത് ചിരി വരുന്ന സാധനങ്ങളുണ്ട്. അല്ലാതെ നമുക്ക് ആ റിങ്ങി കയറി കഴിയുമ്പോ തന്നെ വേറെ എനർജിയാ. പിന്നെ അപ്പുറത്തേക്കണ കടൽക്കൊമ്പന്റെ അടുത്ത് ചുമ്മാ ഒന്നും നിന്ന കാര്യമില്ല. അത് നൈട്രോഗിലായിട്ട് തന്നെ നിക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. പിന്നെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാത്രം ഷോർട്ടായിരിക്കും എടുക്കുന്നുണ്ടാവാം. അപ്പൊ ചിലപ്പോൾ അപ്പുറത്ത് ഡാറ്റു ഇരിക്കുന്നുണ്ടാവും, ഡാറ്റുവിന് ലുക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഡാറ്റു അവിടെ നിന്നിട്ട് വല്ല കോപ്രായൊക്കെ കാണിക്കും, ചുമ്മാ എന്നെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണെന്നൊക്കെ കാണിക്കും. അപ്പൊ കയ്യുന്നു. അപ്പൊ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓരോ മൂവ്സ് ചെയ്ത് ലുക്ക് ചെയ്ത് അപ്പൊ പെട്ടെന്നായിരിക്കും ആനന്ദേട്ടൻ അല്ലെങ്കിൽ അദ്വൈതേട്ടൻ പറയുന്നത് ലുക്ക് ഡാറ്റിന് കൊടുക്കുന്ന പറയും. അപ്പൊ ഡാറ്റു ചിലപ്പോൾ അവിടെ ചുമ്മാ ഇരിക്കായിരിക്കും, ചിലപ്പോൾ ലുക്ക് കൊടുക്കുമ്പോൾ ഡാറ്റു അവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചിരി വരും. അല്ലാത്ത സമയത്തൊക്കെ നമ്മള് കാരണം നമ്മൾ തന്നെ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ഫൈറ്റ് ചെയ്യണ എനർജി നമ്മൾ ആ സമയത്ത് ആക്ടിങ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ടേക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ തന്നെ എനർജി കൊടുക്കും, ആക്ടിങ് കൊടുക്കും, നമ്മൾ ഒറ്റ ടേക്കിൽ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുള്ളൂ. ഡാറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്കിയത് 4 വട്ടം. അമ്മേ ഓർമ്മിപ്പിക്കല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് സമയത്ത് മാസ്റ്റർ ഒരു തവണ കറക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് ഓക്കെ കുഴപ്പമില്ല, ഒരു തവണ കറങ്ങി വരുന്നു നിൽക്കുന്നു, നോ വരീസ്. പക്ഷെ റിങ്ങി കയറി കഴിഞ്ഞപ്പോ മാസ്റ്റർ പറഞ്ഞു 4 തവണ കറങ്ങി. ഞങ്ങളിങ്ങനെ ഞാനും ഡാറ്റു ഇങ്ങനെയായിരുന്നില്ലല്ലോ പഠിപ്പിച്ച്. പക്ഷെ റിങ്ങി കയറി നമ്മള് ഒരു 2 or 3 റൗണ്ട്സ് ഒക്കെ പിന്നെയും പോയി. പക്ഷെ 4 റൗണ്ട്സ് ഒക്കെ ആയപ്പോഴേക്ക് നമ്മൾ ഒരു ദിവസം ഫുള്ളി റൗണ്ടിന് തന്നെ അത്യാവശ്യം കുറേ നേരം എടുത്തു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങി കിള്ളിയൊക്കെ പിന്നെ കിട്ടിയിട്ടില്ല, ലൈക്ക് ആ ഒരു മൂഡിലെത്തി. പക്ഷെ സംഭവം നമ്മൾ മാനേജ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇഞ്ചുറി വന്നു, ഡാറ്റുവിൻ്റെ കാല് വീർത്തു വന്നു. പക്ഷെ ഡാറ്റു ആ സമയത്ത് ഭയങ്കര ആള് ക്യാരക്ടറൊന്നും വിട്ടിട്ടില്ല, ആള് കടൽ കൊമ്പൻ തന്നെയായിട്ടായിരുന്നു. ആളിങ്ങനെ നമുക്ക് ചെയ്യാം, ഞാൻ ഇങ്ങനെ ഡാറ്റു കാലും ഒക്കെ മറ്റേ ബൾബ് പോലെ വീർത്തിരിക്കുക. ഡാറ്റു നമുക്ക് ചെയ്യാം, റെഡിയാക്കാം, ഡോണ്ട് വറി, നമ്മൾ ചെയ്യും. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ 2-3 ഡേയ്സ് ഫുള്ള് ഷെഡ്യൂൾ ചെയ്തേക്കണേ. ആ സമയത്ത് വേറെ ആരെയും നമുക്ക് ഫൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ലൈക്ക് അത്രയും സപ്പോർട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുത്തത്. പിന്നെ ടീം മൊത്തം കേട്ടോ, ഷിഹാനിക്കായാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓക്കെ അല്ലേ, ചെയ്യാൻ പറ്റില്ലേ, അദ്വൈതേട്ടനായാലും മാസ്റ്റർ ആയാലും എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഫൈറ്റ് സീക്വൻസ് അത്രയും നന്നായിട്ട് പോയത്. ഓക്കെ, ഏറ്റവും എനിക്ക് ഇഷ്ടമായത് റിംഗ് ഫൈറ്റ് ആയിരുന്നു. ഭയങ്കര സ്വാഗ് ആയിരുന്നു. ഇപ്പൊ കാർമൻ ആയാലും, കാർമന്റെ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കാണിക്കോ, അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഇപ്പൊ ഓഫീസ് റൺ ഡ്യൂട്ടി കഴിഞ്ഞു, റോന്ത് കഴിഞ്ഞു, ഇപ്പം ഈ ഒരു മൂവി ഒരു ബ്രേക്ക് ത്രൂ ആണ്. എല്ലാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പം കാർമന്റെ ഈ ഒരു വേഷം. ഇപ്പൊ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിലോട്ട് വരുമ്പോ ഇതിനെക്കാട്ടി ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ബെറ്റർ ആക്കണം എന്നുള്ളൊരു കോൺഷ്യസ്നെസ് വന്നെന്താ? അല്ല, അഫ്കോഴ്സ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കേണ്ടത്, നമ്മൾ ബെറ്റർ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഇനിയിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്ന് താഴേക്ക് ആരും പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതിലും നല്ലൊരു ക്യാരക്ടർ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, അതിൽ നമ്മൾ എത്രത്തോളം ഔട്ട്പുട്ട്, ഒരു 100 അല്ല അതിനപ്പുറം നമുക്ക് കൊടുക്കാൻ പറ്റും, അത്രയും കൊടുക്കുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി വരുമ്പോൾ നന്നായിട്ട് നോക്കി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ, നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ വാട്ട് നെക്സ്റ്റ് എന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. വാട്ട് ഇസ് നെക്സ്റ്റ് ഒന്നും അതുപോലെ നല്ല ഇത് വന്നിട്ടില്ല. പക്ഷെ നല്ലത് വരുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റട്ടെ. കാരണം ഇതുപോലും അത്ര നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്തതാണ്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഇതിനേലും ബെറ്ററായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി എന്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ, എനിക്ക് ഇനി ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ? ഞാനിപ്പോൾ ലൈക്ക് എൻ്റെ മൂവി ചെയ്ത് തുടങ്ങിയിട്ട് ജസ്റ്റ് ബിഗിനറാണ്. അപ്പോൾ ഞാൻ അത്രയും കുറേ ക്യാരക്ടേഴ്സ് ഒന്നും എക്സ്പീരിമെൻറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ഒന്നും നമ്മൾ മൂവിയിൽ തന്നെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ കുറവാണ്. അപ്പോൾ എന്ത് നല്ല ക്യാരക്ടേഴ്സ് വന്നാലും, നല്ല
ടീം ഉണ്ടായാലും അതിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നതായാലും ഏതായാലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെയില്ല. പക്ഷെ ചൂസ് ചെയ്യാന്നല്ല, ഒരു ആഗ്രഹം ലൈക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം. ലൈക്ക് ഈ ഫൈറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ലൈക്ക് നമ്മൾ കുറച്ചും കൂടി നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ നമുക്ക് അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ലൈക്ക് ഒരു ലൈക്ക് ഈ കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ മ്യൂസിക്, ഡാൻസ് അങ്ങനത്തെ കാര്യം. കാരണം ഡാൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഡാൻസറായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ. അല്ലെങ്കിൽ പിന്നെ ലൈക്ക് ഒരു ലൈക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ കുറച്ചും കൂടി അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ചും ചലഞ്ചിങ് ആണ്. ലൈക്ക് നോർമലി ചെയ്യുന്നതിനും കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനും ആഗ്രഹമുണ്ട്. എന്തായാലും അതൊക്കെ വരുന്ന സിനിമകൾക്ക് നടക്കട്ടെ. നമുക്ക് വീണ്ടും ഒരു ഗെയിമിലോട്ട് പോവാം. ഞാൻ പറയുന്ന നമ്മുടെ ചത്താപ്പച്ചിയിലുള്ള ക്യാരക്ടേഴ്സിന്റെ പേരാണ് പറയുന്നത്. അവരുടെ റെസ്ലിംഗ് സ്റ്റൈൽ ആക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗോ പറയണം. ഓക്കെ നോക്കാം. ഫസ്റ്റ് വൺ സാവിയോ. സാവിയോന്റെ എന്തെങ്കിലും ആക്ഷൻസ് അല്ലെങ്കിൽ ഡയലോഗ് ആയാലും മതി. ഈ പടത്തിൽ നിന്നും സാവിയോന്റെ ഡയലോഗ്. ഈശ്വര അർജുനേട്ടൻ കൊല്ലുന്നെ. ഇതൊക്കെ കട്ട് ഞാൻ ആലോചിക്കാൻ സമയം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. അതാണ് നമുക്ക് വേണ്ടത്, പ്രതീക്ഷിക്കാതെ വേണം. എന്താ പറയാ, എടി കുരുവി നീ ഒന്ന് മനസ്സിലാക്ക. ആ ഒരു നമ്മുടെ കുലുക്കി കടേന്റെ അവിടെ വെച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. അത് പറയേ എടി കുരുവി ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. അങ്ങനെയല്ല, എനിക്ക് വേറെ വരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന അല്ലല്ല ഇത് ഓക്കെ. ഇതുണ്ട്, മെയിൻ സാധനം ഉണ്ട്. ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കണ്ടേ, അടുപ്പിക്കണ്ടേ, ആ ഒരു സാധനം. ഓക്കെ സെറ്റ്. അടുത്തത് വെട്രി. കൂടെ നിന്നിട്ട് ചതിക്കാണോ? സീനായിരുന്നല്ലോ അത്. ഓക്കെ നെക്സ്റ്റ് ചെറിയാൻ. എനിക്ക് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് തരുന്നുണ്ട്. ഓക്കെ അതിലേക്ക് അതെനിക്ക് ഓർമ്മയല്ലേ പറയുന്നത്. അത് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. അല്ലാതെ സൊമാറ്റോ ഡെലിവറിക്ക് പോകുമ്പോ ചെറിയാൻ പറയുന്നുണ്ട്. കുരുവി നിനക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. അടുത്തത് വാൾട്ടർ. ഒന്നും നോക്കണ്ട, ചത്താപ്പച്ച. ഓക്കെ കടൽക്കൊമ്പൻ. ഡയലോഗ് മാത്രം വേണമെന്നില്ല, ആക്ഷൻ ഉണ്ടാ. ഇങ്ങനെയാണെങ്കിൽ കടൽക്കൊമ്പന്റെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ടാറ്റുണ്ട്. ജാങ്കോ സുൽത്താൻ. പൂവണിയൂല. ഭസ്മാസുരൻ. എടാ അവളുടെ പേരുള്ള 32 ചെട്ടിയാളാ ഞാൻ തയ്ച്ചത്. നൈട്രോ കിളി. എനിക്ക് ആ സ്ലാങ് ആണ് കേൾക്കേണ്ടത്. സ്ലാങ് അയ്യോ ഏതാ പറയാ. കമോൺ യു ക്യാൻ. എന്നാ പിടിച്ചോ നിന്റെ 5 സ്റ്റാർ റേറ്റിംഗ്. പൊളിയൊക്കെ അടിപൊളി. എന്തായാലും ഇനി ലാസ്റ്റ് ആട്ടോ, നമുക്ക് അങ്ങനെ ഒരുപാട് ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്താ സോ എന്തായാലും ഇത്രയും നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാ കാര്യത്തിനും എന്താ പറയാ, എല്ലാ ആക്ടിവിറ്റീസും പറഞ്ഞതല്ലേ തന്നെ ചെയ്തു. ഒരു ഡാൻസും കൂടെ ആയാൽ പൊളിയായിരുന്നേനെ. എല്ലാ കോളേജ് പ്രൊമോഷനും പോയിട്ട് ടയേർഡായി. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒരു ഡാൻസ് ഇത് നിങ്ങൾ മറ്റേ മൂവാണ്, അതില്ലാട്ടോ, അത് കട്ട് ചെയ്യണട്ടോ. ഓക്കെ ഇറ്റ്സ് ഓക്കെ. എന്തായാലും നൈട്രോ കിളിയായിട്ട് ഈ മൂവിയിൽ തകർത്തു. ഇനി അടുത്ത ഇതുപോലത്തെ അടിപൊളി പവർഫുൾ ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ വരുന്ന കാണണം നമുക്ക്. അതുപോലെ നമുക്ക് ഇതുപോലെ തന്നെ ഇന്ററാക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞിട്ട് ഇന്ററാക്ട് ചെയ്യണം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക്. സോ താങ്ക് യു സോ മച്ച് കാർമൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സൂര്യ.